നമുക്ക് ആന്റണി വർഗീസിലേക്ക് ഇപ്പൊ ഇത് ശ്രീനാഥ് വാസിയാണ്. എടാ ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസേഴ്സ് ഉണ്ടാ ഇല്ല. ഇതിലേക്ക് പോവാ. ഈ ആന്റണി വർഗീസിന് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പിണറായി വിജയനാവും. ഈ പിണറായി വിജയൻ ഒന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ സൗബിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ വരും. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും അറിയാമല്ലോ. പിഷാരടി എന്തൊക്കെയുണ്ട് സുഖം വിശ്വസിക്കും. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എന്ന വേദിയിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓൺലൈൻ എന്ന് എന്താ പറയുക, ആളുകൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ ന്യൂസുകൾ. ഇതിലെനിക്ക് വളരെ നല്ല കാര്യം തന്നെ, കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വായിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യാതിരുന്നാൽ നല്ലതായിരിക്കും തോന്നിയിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ജിനു ജോസഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം സൈജു കുറുപ്പായി മാറും. ഈ സൈജു കുറുപ്പിനെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പട കുഞ്ഞപ്പനെ കയറത്തപ്പോ കാട്ട ചോരയാണ് മോത്രിച്ചത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് ഞാൻ സൈജു കുറുപ്പായി മാറുക. ഈ സൈജു കുറുപ്പിനെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചാക്കോച്ചനായി മാറാൻ കഴിയും. ചാക്കോച്ചൻ ഇങ്ങനെ കാണിച്ച ജിനു ജോസഫ് ആവും ഇങ്ങനെ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഫക്റ്റ് കൊടുത്താൽ മാത്രം മതി, വിനോദനാവും. എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ ഡയാന? ഒരു പ്രത്യേക നമസ്കാരം ഡയാനക്കും ഭീമചേട്ടനും പിഷാരച്ചേട്ടനും നല്ല നമസ്കാരം ഉണ്ടോ? അല്ല, ഞങ്ങളിപ്പോ നമ്മളിവിടെ വന്നേക്കുന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിക്കാത്തത് എന്താണ്? അല്ല, നിങ്ങൾ ചോദ്യമല്ലേ ചോദിക്കണത്? അതെ, എന്നാ നിങ്ങൾ ചോദ്യം ചോദിക്കും. ജഗതി ചേട്ടന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന. അതെ, അത് ഞാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമായിട്ടാണ്. മോശമാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, കളഞ്ഞേക്കാം. ഓക്കെ. എത്രയോ ഹീറോമാരെ കണ്ടുവരികയാണ് ലളിത ചേച്ചിക്ക്. അത് അനുഭവം അറിയാം. പ്രേംനസീർ സാർ സെറ്റിൽ വരുന്ന ചിലർ അറിയാറില്ല. പ്രേംനസീർ സാർ വെയിറ്റ് ചെയ്യുന്ന വലിയ വിഷയമൊന്നുമല്ല. അദ്ദേഹം കാത്തിരിക്കുന്നതിന് പരിവപ്പെടാറില്ല. പ്രൊഫഷൻ ഫുഡിനെ പറ്റി പരിവപ്പെടാറില്ല. നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിന്റെ വലിപ്പമോ ഒരിക്കലും തൻ്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കലാകാരൻ. ഞാൻ പറയില്ല. எல்லாருக்கும் வணக்கம். நான் விஜய் சேது பேசுகிறேன். ரொம்ப நல்லா இருக்கு. உங்களை பேர் டயானா தானே? நான் பார்த்துருக்கேன், டிவியில் பார்த்துருக்கேன். ரொம்ப நல்லா ஆங்கரிங் பண்ணுங்க, ரொம்ப நல்லா இருக்கு. என்ஜாய் பண்ணுங்க. ஓகேவா? பிசாரி சேட்டா எப்படி இருக்கீங்க? சௌக்கியமா இருக்கு. சௌக்கியமா இருக்கீங்களா? நான் CBI 5 பார்த்துருக்கேன். ரொம்ப நல்லா ஆக்டு. பின்ன நம்ம என்ன எனக்கு மைண்டில் ஒன்றும் ஓடல. ஏன்னா எனக்கு மலையாளத்தில் பேசுறது ரொம்ப கஷ்டம் தான். ஏன்னா ரொம்ப சந்தோஷமாக இருக்கு. ரொம்ப தேங்க்யூ.